ഹായ്, ഞാനിനി മുന്നേയിട്ട് 2-3 വീഡിയോസിലും സൊമാറ്റോ ഓടുന്നതിലെ കുറ്റങ്ങളാണ് കൂടുതലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കുറ്റവും, അതായത് റെസ്റ്റോറൻറ്റുകാരുടെ കുറ്റവും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് നല്ല കാര്യങ്ങളാണ് പറയാൻ വരുന്നത് കേട്ടോ. അതും കൂടുതലും നമ്മളെ സൊമാറ്റോയിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ. അതായത് ഒരു ലേഡി റൈഡർ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ജോലിയാണ് ഈ ഡെലിവറി ജോബ് എന്ന് പറയുന്നത്. അതായത് അതിൽ ഏറ്റവും വലുതായിട്ട് വരുന്നത് ഫ്രീഡം. ഞാൻ മുന്നേ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഫ്രീഡം അതൊരു വലിയ സംഭവം തന്നെയാണ്. നമുക്ക് ആരും ചോദിക്കാനില്ല, പറയാനില്ല. നമ്മുടെ ഇഷ്ടത്തിന് ജോലിക്ക് പോകാം, നമ്മുടെ ഇഷ്ടത്തിന് ജോലി നിർത്തി വരാം. എന്നാൽ നമുക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇൻകം കിട്ടുന്നുമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിയാൽ മതി. 1-2 മാസം ലീവ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം. അങ്ങനത്തെ ഒരുപാട് നല്ലൊരു കാര്യമുണ്ട് കേട്ടോ ഈ സൊമാറ്റോ ജോലിക്ക്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് സാലറി. ഏത് ജോലിക്ക്, നമ്മൾ ഈ ലേഡീസിനെ സംബന്ധിച്ച് ഏത് ജോലിക്കാണ് നമ്മുടെ ചിലവുകളും പെട്രോൾ അടിയും എല്ലാം കഴിഞ്ഞ് 1000 രൂപ കയ്യിൽ വെക്കാൻ പറ്റുന്നൊരു ജോലിയുള്ളത്? അതും നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജോലി ചെയ്യാൻ പറ്റുന്ന ഏത് ജോലിയുണ്ട്? നിങ്ങൾ തന്നെ ഒന്നും പറയണം കേട്ടോ. എന്ന് കരുതി ഞാനിപ്പം എല്ലാവരും മറ്റുള്ള ജോലിയൊക്കെ നിർത്തിയിട്ട് സൊമാറ്റോ ഓടണം എന്ന് നിങ്ങളെ ഒരു ഇതിലോട്ട് കൊണ്ടുവരുമൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു സംതൃപ്തി, ആ ഒരു കാര്യം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൊമാറ്റോ ജോലിയിൽ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു 2-3 ഡെലിവറിക്ക് പോയി നമുക്കൊരു 500 രൂപ 600 രൂപ നമുക്കത് കിട്ടിയെന്ന് വെച്ചോ, അത് നമുക്ക് എപ്പോൾ വേണേലും വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഇന്നലെ ഓടിയ പൈസ അതിൽ കിടക്കുകയാണ്, ഇന്ന് നമ്മൾ ഓടുന്നില്ല, അപ്പം നമുക്ക് ഇന്ന് ആവശ്യമുണ്ട്. ഈ കുയില് സമ്മതിക്കില്ല. അതെ, ഈ കുയിലിൻ്റെയും ഈ കിളികളുടെയും ഈ അമ്പലത്തിലെ പാട്ടും ഇതൊന്നും കേൾക്കാതെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. വേറൊന്നും കൊണ്ടല്ല, അതിനുള്ള സാഹചര്യം ഇവിടെയുള്ളൂ. പുറത്തു നിന്ന് വീഡിയോ എടുത്താലേ പറ്റത്തുള്ളൂ. എൻ്റെ വീടിനകത്ത് അതിന് പറ്റിയൊരു സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഈ സൊമാറ്റോ ഓടിയതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പീരീഡ്സിൻ്റെ സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാം. നമുക്ക് ലീവുണ്ട്. നമുക്ക് ലീവിന് നമുക്ക് പൈസ തരുന്നുണ്ട് സൊമാറ്റോ. അതായത് നമ്മൾ കഴിഞ്ഞ മാസം, ഇതിപ്പോൾ ഫെബ്രുവരി മാസമാണ്, നമുക്ക് ഈ മാസം കിട്ടുന്നതെന്ന് വെച്ചാൽ ജനുവരി മാസം നമ്മൾ എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കി, ആ ഒരു എമൗണ്ടിനെ ബേസ് ചെയ്ത് നമുക്ക് പിറ്റേ മാസം കൃത്യമായ ഒരു എമൗണ്ട് നമുക്ക് സൊമാറ്റോ തരും. പീരീഡ്സ് റെസ്റ്റ് ഡേയ്സ് എന്നും പറഞ്ഞുകൊണ്ടാണ് തരുന്നത്. അത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ജെൻസിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ, അതായത് ഒരു കിലോമീറ്ററിന് പുറത്ത് ഇപ്പോൾ അവർക്ക് കിട്ടുന്നത് 8 രൂപയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 9 രൂപയായിരിക്കും. അതും ലേഡീസിനുള്ളൊരു അഡ്വാൻറ്റേജായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഈ ജോലിക്ക് ഇറങ്ങണമെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇറങ്ങുന്ന ഞങ്ങളെ പോലുള്ളവരെ കളിയാക്കാനൊന്നും വരരുത് കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഈ പറയുന്ന പോലെ ഇത്രയും ഫ്രീഡം ഉള്ളതും, ഈ പറയുന്ന പോലെ ഇത്രയും സാലറി കിട്ടുന്നതും, ഇത്രയും സമാധാനം ഉള്ളതും, ഇത്രയും സന്തോഷമുള്ളതും. പിന്നൊരു കാര്യമുണ്ട്, വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രമേ ഈ ജോലിക്ക് ഇറങ്ങാവൂ. അല്ലാത്തവർ ഒരു 10 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് പറയും, അയ്യോ എനിക്ക് വയ്യ, ഞാൻ പോവാം എന്ന് പറയുന്നവർക്ക് പറ്റിയ ജോലിയേ അല്ല. നമ്മൾ എത്ര കിലോമീറ്റർ ഡെയിലി ഒരു 100-200 കിലോമീറ്റർ ഓടിയാലും മുഷിപ്പ് തോന്നാത്ത ആൾക്കാർ മാത്രമേ ഈ ഡെലിവറി ജോലിന് ഇറങ്ങാവൂ. പിന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരും, അത് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർക്ക് ആ ജോലിക്ക് ഇറങ്ങിയേ പറ്റൂ. വേറൊരു ജോലി എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ ഇറങ്ങുന്നുണ്ട്. ജീവിതമാർഗമായിട്ട് കണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. ജസ്റ്റ് പോക്കറ്റ് മണിക്ക് വേണ്ടി ഓടുന്ന ആൾക്കാരും ഉണ്ട്. അതിൽ ഈ പോക്കറ്റ് മണിക്ക് വേണ്ടി ഓടുന്ന ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഇറങ്ങി ഓടിക്കുക. പക്ഷെ ചില ആൾക്കാർ ഈ ഫുഡ് എടുത്തതിന് ശേഷം അതും കൊണ്ട് മുങ്ങുക, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഇതൊരു ജീവിതമാർഗമായിട്ട് കണ്ട് മുന്നോട്ട് പോകുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ ഒരാൾ ചെയ്യുന്നതിന് പൊതുവേ എല്ലാവരും വന്ന് പറയുന്നത് ഡെലിവറി ജോബ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നതിന് മൊത്തത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ആ സൊമാറ്റോക്കാരില്ലേ, അതിലൊരാ ചെറുക്കൻ വന്ന് അല്ലെങ്കിൽ ഒരു പെണ്ണ് വന്ന് ഫുഡ് എടുത്തിട്ട് പോയി എന്നേ പറയത്തുള്ളൂ. അല്ലാതെ സൊമാറ്റോ ഓടുന്ന ഇന്ന ആൾ വന്ന് എടുത്തിട്ട് പോയി എന്നായിരിക്കത്തില്ല അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഒരാൾ ചെയ്യുന്ന തെറ്റിന് ഈ കാണുന്ന എല്ലാവരും ആയിരിക്കും പഴി കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് വന്നിട്ടുള്ള ആളാണ്. അതായത് ഞാൻ ഫിനാൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഐഡിയയുടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇല്ല, കുറച്ച് നാൾ മുന്നേ വരെ. പിന്നെ ഒരു വക്കീൽ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ജോലികളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് ഈ പറയുന്ന സൊമാറ്റോ ഓടുന്നതെന്ന് വെച്ചാൽ. ഞാൻ 4 വർഷം കൊണ്ട്
കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നൊരു ജോലിയാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ആ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.